കോഴിക്കോട് താമരശ്ശേരിയിൽ ഹോട്ടലിന് നേരെ ആക്രമണമുണ്ടായി. ബ്രോസ്റ്റഡ് ചിക്കൻ തീർന്നു പോയെന്ന് ആരോപിച്ച് അഞ്ചംഗ സംഘം ഹോട്ടൽ ഉടമയെയും ജീവനക്കാരെയും മർദ്ദിച്ചു. സംഭവത്തിൽ രണ്ടുപേരെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ശരി, നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇപ്പോൾ പ്രകോപനപരമായി പെരുമാറാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട എന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. ലിനറ്റ് വർഗീസിന്. ലിനറ്റ്, ബ്രോസ്റ്റഡ് ചിക്കൻ തീർന്നു പോയതാണ്, അല്ലാതെ കടയുടമ കൊടുക്കാതിരുന്നതല്ല. ഉണ്ടായിട്ടും ഈ കൂട്ടയടിക്ക് പിന്നിലെ കാരണം ഇത് തന്നെയാണോ, അതോ മുൻപെന്തെങ്കിലും വൈരാഗ്യം ഉണ്ടായത് ഈ ബ്രോസ്റ്റഡ് ചിക്കനിൽ അങ്ങ് തീർത്തതാണോ? എന്താണ് വിവരങ്ങൾ? ഈ മർദ്ദനമേറ്റവരുടെ പരിക്ക് ഗുരുതരമാണോ? തീർച്ചയായും ഈ ഒരു കാരണത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി 12:15 ഈ കടയിലേക്ക് എത്തിയ അഞ്ചംഗ സംഘമാണ് പിന്നീട് ആ ഒരു സ്ഥലത്തെത്തി വലിയൊരു സംഘർഷം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. അഞ്ചംഗ സംഘം ബ്രോസ്റ്റഡ് ചിക്കൻ ആവശ്യപ്പെടുകയും എന്നാൽ ആ ചിക്കൻ തീർന്നുപോയെന്ന് ജീവനക്കാർ തിരിച്ചു പറഞ്ഞു. അതിനോടനുബന്ധിച്ച് തങ്ങൾക്ക് ഇത് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് തർക്കം ആരംഭിക്കുകയായിരുന്നു. തുടർന്ന് കോഫി ഷോപ്പ് ഉടമയായ വിമുക്ത പഠനം കൂടിയായ പൂനൂർ സ്വദേശിയായിരിക്കുന്ന സെയ്ദിനെയും അതോടൊപ്പം ജീവനക്കാരനായ ആസാം സ്വദേശിയായ മെഹലി ആദത്തിനെയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ അതിന്റെ നമ്മൾ വ്യക്തമായി ഇപ്പോൾ കണ്ടതാണ്. കടയിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു വിവരം അറിഞ്ഞ താമരശ്ശേരി പോലീസ് സ്ഥലത്തെത്തുകയും ഈ ആക്രമണം ഉണ്ടാക്കിയ 5 പേരിൽ 2 പേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം പരിക്കേറ്റ ഈ ഷോപ്പ് ഉടമയും അതോടൊപ്പം ജീവനക്കാരനെയും താമരശ്ശേരി ആശുപത്രിയിൽ ചികിത്സയും തേടിയിട്ടുണ്ട്. അവരുടെ പരിക്കുകളൊന്നും ഗുരുതരമല്ല എന്നാണ് വിവരമാണ് ലഭിക്കുന്നത്. സേതുലക്ഷ്മി. ശരി ലിനറ്റ, ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണം കൂടി വരുന്നുണ്ട്, അതിലേക്ക്. ടേക്ക് ബ്രേക്ക് നടത്തുന്നത് ഞാനാണ്. ഞാനൊരു ആർമിയിൽ നിന്ന് റിട്ടയറാണ്. അപ്പം ഇവിടെ വന്ന് ഒരു 12:30 മണിയായപ്പം ബ്രോസ്റ്റഡ് ഉണ്ടോയെന്ന് ചോദിച്ച് അതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് തീർന്നതെന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ഉപദ്രവിക്കാൻ വന്നത്. ഒരുപാട് ഒന്നായിട്ട് വേദനയാക്കി എൻ്റെ കൈയും കാലും വന്നിട്ട് വളരെ ബുദ്ധിമുട്ടാവുന്നുണ്ട് എനിക്ക് നിൽക്കാൻ തന്നെ.